ഞാനെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൊച്ചു വീഡിയോസൊക്കെ ചെയ്ത് ഒരു ഫലവും ഇല്ല, സബ്സ്ക്രൈബറും ഇല്ല, കമൻറ്റും ഇല്ല, ലൈക്കും ഇല്ല നടക്കുന്നത്. പക്ഷേ ഈ ഓഗസ്റ്റ് 2-ാം തീയതി മുതലുള്ള എന്താ പറയുക, ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലൈവായിട്ട് ടി വിയിലൊന്നും കാണാൻ പറ്റത്തില്ല. എല്ലാ ഷോയും കഴിഞ്ഞ് മൊബൈലിലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ അന്ന് മുതൽ ഇന്നലെ വരെയുള്ള എപ്പിസോഡ് ഫുള്ളും കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് നമുക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. എല്ലാവരുടെയും വോട്ടല്ലേ ഇവരെ ജയിപ്പിക്കുന്നത്. സത്യത്തിൽ അനിമോൾ എന്തായി ഇവിടെ വന്നെന്ന് കാണിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനിമോളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, സീരിയലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അത്ര നല്ലൊരു കൊച്ചാണ്, നല്ല ക്യാരക്ടറാണ്, നല്ലത്, എല്ലാവരോടും ഭയങ്കര ഭവ്യതയും തൊട്ടതിനെല്ലാം കരയും. പക്ഷേ ഈ കരച്ചിൽ തന്നെ ഒരു കള്ളത്തരമാണ്. പിന്നെ നമുക്ക് തോന്നുന്നത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് അനിമോള്. പിന്നെ അനിമോൾക്ക് എന്താ പറയുക, സിമ്പതി കിട്ടാനായിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് എപ്പിസോഡ് ലാലേട്ടൻ അമേരിക്കയിൽ നിന്ന് ടി വി അവരെ ഓരോ ചോദ്യങ്ങൾ ചെയ്യലുണ്ടായി. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് കണ്ടിന്യൂറ്റി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയാനുള്ള പണി ഞാൻ കൊടുക്കും. അവിടെയും ആ ദാർഷ്ട്യം കാണിക്കരുത്. ഇതിനൊന്നും ആൾക്കാർക്കൊന്നും പറയാൻ ഇനിയും ഉണ്ട് പറയാൻ. ഇതിന് ആൾക്കാർ എന്ത് മറുപടി പറയാൻ അറിയട്ടെ, അതിനുശേഷം ബാക്കി പറയാം. എന്തായാലും ആൾക്കാരോട് പറയും. കുറേ എന്തോ പറയുന്ന എല്ലാം കുറെ ഗ്രൂപ്പീസും സപ്പോർട്ടിങ്ങും കുറെ എന്തോ ഫാൻസും അവരൊക്കെയാണ് വേണ്ടത്. അവരൊക്കെയല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കൊരു പറയാനുള്ള ഷോ, നമ്മൾ ഈ ഷോ കാണുന്നതാണ്. എന്താണ് ആദ്യം മുതൽ അവസാനം വരെ അനിമോള് പെരുമാറുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്നിട്ട് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എല്ലാവരും ഒന്ന് സംസാരിക്കണം. വെറുതെ ഞാനിത് പറഞ്ഞ് നീ എന്താടി അതെന്താടി ഇതെന്താടി എന്ന് പറയാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഈ ഷോ ആദ്യം മുതൽ ഫസ്റ്റ് ദിവസം മുതൽ, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റത്തില്ല, ടി വിയിൽ. പക്ഷേ ഞങ്ങൾ യൂട്യൂബിനകത്ത് വൈകുന്നേരം 12 രാത്രി 12 എന്തായാലും ഞങ്ങൾ ജോലി കഴിഞ്ഞ് ഞങ്ങളുടെ കാണുന്നത് ഞങ്ങളത് വിദ്യകളല്ലോ, കുറച്ചു പേർക്ക് ബുദ്ധിയാണ്. കുറെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ കുട്ടികൾ ചാടുമായിരിക്കും, ഫാൻസ് അസോസിയേഷൻ കടന്നു ഭയങ്കര ചാട്ടം പറഞ്ഞായിരിക്കും. പക്ഷേ ഞങ്ങളെ പോലെയുള്ളവർക്ക് കാണുമ്പോൾ അത് വ്യക്തമായിട്ട് കണ്ട് അതെല്ലാം സംസാരിക്കുന്നത് എല്ലാവരും, ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത്, എല്ലാവരും കാണുന്നത് താല്പര്യമായിട്ടായിരിക്കും. ഇതുവരെ എല്ലാ ഈ ബിഗ് ബോസിലെ ഒട്ടും ഷോയിൽ ഒന്നും കണ്ടിട്ടില്ല. ഇടയ്ക്ക് കാണത്തുള്ളൂ.